ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ എക്സലിൽ വരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് എക്സലിൽ സമ്മിഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഡാറ്റാസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സമ്മിഫ് എങ്ങനെ നമുക്കൊരു ഡാറ്റയിൽ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം എക്സൽ ഓപ്പൺ ചെയ്ത് ഒരു ഫോർമാറ്റ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ബുക്ക് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓരോ ദിവസത്തെ കണക്കുകളും നമ്മൾ ഈ ഡേ ബുക്കിൽ എൻട്രി ചെയ്യുന്നുണ്ട്. ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസത്തെ എൻട്രീസും, ഇപ്പോൾ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പർട്ടിക്കുലേഴ്സിൽ നമ്മൾ പർച്ചേസ് ആണോ, സെയിൽസ് ആണോ, ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടോ, അങ്ങനെ നമ്മുടെ ഓരോ ദിവസം വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പർട്ടിക്കുലേഴ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയതുണ്ടായിരിക്കും, റിസീവ് ചെയ്ത പൈസ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ സമ്മിഫ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ഡീറ്റെയിൽസ് ഓരോ ദിവസത്തെ ഡീറ്റെയിൽസ് കൊടുക്കും. ഇതിപ്പോൾ ഒരു ദിവസത്തെ അല്ല, നമ്മൾ ഓരോ ദിവസങ്ങളിലെയും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസങ്ങളിലെയാണ് കൊടുത്തു പോകുന്നത്. അപ്പോൾ ഒരു മാസം എത്തുമ്പോൾ നമ്മുടെ മൊത്തം സെയിൽസിൻ്റെ എമൗണ്ട് എത്ര ഉണ്ടെന്ന് നമുക്കറിയണം, അല്ലെങ്കിൽ മൊത്തം പർച്ചേസ് എമൗണ്ട് എത്ര. ബാങ്കിൽ ചിലപ്പോൾ 2 ബാങ്കുകൾ ഉണ്ടായിരിക്കാം, ഈ 2 ബാങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി വിഡ്രോവൽ ഉണ്ടെങ്കിൽ അതെത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു മാസത്തെ, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ദിവസത്തെ കാണിക്കുന്നുള്ളൂ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസത്തെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള ഡാറ്റയിൽ നിന്ന് ഓരോന്നിൻ്റെയും പ്രത്യേകം ടോട്ടൽ നമുക്ക് അറിയാൻ പറ്റണം. അപ്പോൾ സാധാരണ നമ്മൾ സമ്മ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനെയും സെലക്ട് ചെയ്ത് ടോട്ടൽ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഒരു മാസത്തെ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ടായിരിക്കും, അത് ഓരോന്നായിട്ട് ഈക്വൽ സമ്മ് എന്നിട്ട് സെലക്ട് ചെയ്ത് ടോട്ടൽ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതിന് പകരം സമ്മിഫ് ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഡേ ബുക്കിൽ നമ്മൾ എൻട്രി ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോന്നിൻ്റെയും നേരെ അതിൻ്റെ ടോട്ടൽ കാണിക്കും. ഇപ്പോൾ കാനറ ബാങ്കിൻ്റെ ആണെങ്കിൽ അതിൻ്റെ നേരെ നമ്മൾ കാനറയിൽ പിന്നെ എത്ര രൂപ മൊത്തം ഒരു മാസം മൊത്തം നമ്മൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു, പർച്ചേസിന് വേണ്ടി എത്ര മൊത്തം വന്നു, സെയിൽസിൻ്റെ ടോട്ടൽ എത്ര, അതുപോലെ SBT ബാങ്കിൽ നമ്മൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു, ഇനി വേറെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മളിതിൽ സമ്മിഫ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സമ്മല്ല, സമ്മിഫാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫോർമാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി എൻട്രി ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡേറ്റിൽ നമ്മൾ ഒരു ഡേറ്റ് എൻട്രി ചെയ്തതിന് ശേഷം പർട്ടിക്കുലേഴ്സിൽ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ കാനറ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാനറ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്യുക. അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തുനിന്ന് നമ്മൾ ബാങ്കിലേക്ക് കൊടുത്ത ക്യാഷാണ് വരുന്നത്. അപ്പോൾ പേയ്മെൻ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എത്ര രൂപയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അത് എൻട്രി ചെയ്യുക. ഇനി അടുത്തത് സെയിം ഡേറ്റിൽ തന്നെ, അപ്പോൾ ഇവിടെ ഡേറ്റ് എൻട്രി ചെയ്യുക. അതിനുശേഷം സെയിൽസ് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മളിവിടെ സെയിൽസ് കൊടുക്കുന്നു. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുക. എത്ര രൂപയാണ് സെയിൽസിന് വന്നതെന്നുള്ളത് എൻട്രി ചെയ്യുക. പിന്നെ അതേപോലെ വീണ്ടും നമ്മളൊരു SBT ബാങ്കിലേക്ക് എമൗണ്ട് പേയ്ഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എൻട്രി കൊടുക്കുക. പിന്നെ വരുന്നത് വീണ്ടും പർച്ചേസ് വേണമെങ്കിൽ പർച്ചേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കും. ഇനി ഇവിടെയാണ് നമുക്കതിൻ്റെ ആൻസർ നമുക്ക് കിട്ടേണ്ടത്. കാനറ ബാങ്കിൻ്റെ നേരെ കാനറയുടെ ടോട്ടൽ വരണം, പർച്ചേസിൻ്റെ നേരെ അതിൻ്റെ ടോട്ടൽ, സെയിൽസിൻ്റെ നേരെ സെയിൽസിൻ്റെ ടോട്ടൽ, SBT ബാങ്കിൻ്റെ നേരെ അതിൻ്റെ ടോട്ടൽ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. സമ്മിഫാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷൻ. അപ്പോൾ കാനറ ബാങ്ക് എന്നുള്ളതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈക്വൽ എന്നുള്ളത് കൊടുക്കുക. നമ്മൾ ഈക്വൽ കൊടുത്താൽ മാത്രമേ ഒരു ഫംഗ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈക്വൽ എന്നുള്ളത് കൊടുത്തു. ഇനി സമ്മിഫ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഈ പർട്ടിക്കുലേഴ്സിൻ്റെ ഈ കോളം മുഴുവൻ നമ്മൾ എത്രയുള്ളതെന്ന് വെച്ചാൽ ആ കോളം നമ്മൾ സെലക്ട് ചെയ്യുക. താഴേക്കും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഡബിൾ കോട്ട്സിൽ നമ്മൾ ഏതിൻ്റെയാണോ, ഇപ്പോൾ കാനറ ബാങ്കിൻ്റെയാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സിൽ നമ്മളത് കാനറ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം.
ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, വീണ്ടും ഒരു കോമ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ബാങ്കിൻ്റെ പേയ്മെൻറ്റാണ് നമ്മളെല്ലാതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോമ കൊടുത്തതിന് ശേഷം പേയ്മെൻ്റ് എന്ന് പറയുന്ന ഈ കോളം ഫുള്ള് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ 5000 നമുക്ക് കാണിച്ചു തരും. ഇതേപോലെ നമ്മൾ പർച്ചേസിലും ചെയ്യണം. ഈക്വൽ സമ്മിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം പെർട്ടിക്കുലേഴ്സിൻ്റെ കോളം, കോമ, ഡബിൾ കോട്ട്സിൽ പർച്ചേസ്, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, കോമ. പർച്ചേസ് നമ്മൾ പേയ്മെൻറ്റാണ് ചെയ്യുന്നുണ്ടാവുക, അപ്പോൾ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തു, പേയ്മെൻറ്റ് മുഴുവനായിട്ടുള്ള കോളം. ഇനി എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ 0 ആണ് വരുന്നത്, കാരണം നമ്മൾ ഇതുവരെ പർച്ചേസ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. സെയിൽസും നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. സെയിൽസിൻ്റെ സെയിൽസ് നമ്മൾ റെസിപ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ റെസിപ്റ്റ് എന്ന് പറയുന്ന കോളാണ് സെലക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, പേയ്മെൻറ്റ് എപ്പോഴും കൊടുക്കരുത്. റിസീവ് ചെയ്യുന്നതാണെങ്കിൽ അത് റെസിപ്റ്റിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെയിൽസ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഇതുപോലെ തന്നെ SBT ബാങ്കിൻ്റെയും കൂടെ നമുക്ക് ചെയ്യാം. ഈക്വൽ സമ്മിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പെർട്ടിക്കുലേഴ്സിൻ്റെ കോളം സെലക്ട് ചെയ്യുന്നു, അടുത്തത് കോമ SBT ബാങ്ക്. അപ്പം നമ്മൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പെർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ എന്താണ് നമ്മളിവിടെ കൊടുക്കുന്ന നെയിം, അതേപോലെ തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. അല്ലാതെ ഇവിടെ നമ്മൾ കാനറ ബാങ്ക് എന്ന് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തു, ഇവിടെ അതിൻ്റെ ഷോർട്ട് നെയിമും കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കുമ്പോൾ പെർട്ടിക്കുലേഴ്സിൽ കൊടുത്തിട്ടുള്ള അതേ നെയിം തന്നെ നമ്മൾ താഴെയും കൂടെ കൊടുക്കാൻ നോക്കണം. അപ്പോൾ ബാങ്കിൻ്റെ പേയ്മെൻറ്റാണ്, അപ്പോൾ പേയ്മെൻറ്റിൻ്റെ കോളം സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ 4 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാൻ കാനറ ബാങ്കിലെ വീണ്ടും ഒരു എമൗണ്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അടുത്ത ദിവസം നമ്മൾ കൊടുക്കാം. ഇതിൽ കാനറ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു, പേയ്മെൻറ്റിലാണ് കൊടുക്കുന്നത്. ഒരു 1000 രൂപ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കൂ, കാനറ ബാങ്ക് എന്നുള്ളതിൻ്റെ അവിടെ 6000 കാണിച്ചു. ടോട്ടൽ എമൗണ്ട് 5000, ഇവിടുത്തെ 1000 കൂടെ 6000. ഇനി അതേപോലെ നമുക്കൊരു സെയിൽസ് വന്നിട്ടുണ്ട്, സെയിൽസ് ഒരു 1000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു 1000 രൂപ സെയിൽസ് കാണിക്കുക. അപ്പോൾ ഇവിടെ സെയിൽസിൽ 1500 രൂപ ടോട്ടൽ കാണിക്കും. പർച്ചേസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളിപ്പോൾ ഒരു പർച്ചേസ് എൻ്റർ ചെയ്ത് നോക്കുകയാണ്. പർച്ചേസ് നമ്മൾ എൻ്റർ ചെയ്തു, ഒരു 10000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് എൻ്റർ ചെയ്തു. ഇപ്പോൾ ഇവിടെ പർച്ചേസിൻ്റെ നേരെ 10000 രൂപ കാണിക്കും. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, കാരണം ഓരോന്നായിട്ട് നമ്മൾ ലാസ്റ്റ് നോക്കേണ്ടി വരുന്നില്ല. ഓരോ മാസം കഴിയുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അത് സമ്മിഫ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സമ്മിഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്.